ഇൻഡോറായി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ECC പ്ലാന്റ്. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ കയ്യിൽ ഗ്രീൻ CC പ്ലാന്റും ബ്ലാക്ക് CC പ്ലാന്റുമാണ് ഉള്ളത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നന്നായി തഴച്ച് വളരും ഈ CC പ്ലാന്റ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ചെടിക്ക് കുറച്ച് മാത്രം വെള്ളം നൽകുക. ഈ ചെടി നേരത്തെ വലിയൊരു പ്ലാന്റ് ആയിരുന്നു. ഞാൻ വീട്ടിനകത്ത് ജനാലയുടെ സൈഡിലായിരുന്നു വെച്ചിരുന്നത്. എന്നാൽ ആ ജനാലയുടെ സൈഡിൽ നിന്ന് വെള്ളം ഇതിലോട്ട് ധാരാളം വീഴുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ എൻ്റെ ഈ പ്ലാന്റ് ചീഞ്ഞു പോയി. ഞാൻ അതിനെ നേരത്തെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ആ ചീഞ്ഞ ഭാഗം കട്ട് ചെയ്യുകയും പിന്നീട് ഞാൻ റീപോട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ആ ചെടി നന്നായി തഴച്ച് വളരാൻ തുടങ്ങിയത്. ഇത് നമ്മുടെ ബ്ലാക്ക് CC പ്ലാന്റ് ആണ്. ഇതിൻ്റെ തളിര് ഇലകൾ പച്ച നിറത്തിലാണ് കാണുന്നത്. ഇലകൾ മൂക്കുമ്പോൾ മാത്രമാണ് അത് ബ്ലാക്ക് കളറിൽ ആകുന്നത്. ഇതിൽ ബ്ലാക്ക് കളറും ഉണ്ട്. നിങ്ങൾക്ക് ഈ ചെടി ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകുന്നുണ്ടാകും. ഇതാണ് ഞാൻ നേരത്തെ ചീഞ്ഞു പോയി എന്ന് പറഞ്ഞ ചെടി. കണ്ടില്ലേ, വലിയ പ്ലാന്റ് ആയിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ്. ഇത് ഇലയിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ചെടിയാണ്. ഇലകൾ നമ്മൾ നേരത്തെ ഒരു പോട്ടിൽ നട്ട് വെച്ചിരുന്നതാണ് ഇത്. ഈ ചെടിയിൽ ബൾബ് വന്നോ എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ചെടി നമുക്ക് ബൾബ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇലകൾ നട്ട് വയ്ക്കുമ്പോൾ ഒന്നുകിൽ മണലിലോ അല്ലെങ്കിൽ മണ്ണിലോ നട്ട് വയ്ക്കുക. നന്നായി വളർന്ന ശേഷം മാത്രം നമുക്ക് മറ്റൊരു പോട്ടിലോട്ട് മാറ്റിക്കൊടുക്കാം. മറ്റൊരു പോട്ടിലോട്ട് മാറ്റിക്കൊടുക്കുമ്പോൾ പോട്ടി മിക്സായി ഞാൻ മണ്ണും മണലും ചാണകവും തുല്യ അളവിൽ എടുത്ത ശേഷമാണ് നട്ടു കൊടുക്കുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റു ചെടികളെ പോലെ അമിതമായി വളം നൽകാതിരിക്കുക. നടുമ്പോൾ നമ്മൾ ചാണകവും മണ്ണും മണലും കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്ത് നടുക. ചെടിക്ക് നല്ല പച്ചപ്പ് കിട്ടാൻ എപ്സം സാൾട്ട് നല്ലതാണ്. ഒരിക്കൽ മാത്രമാണ് അത് ഞാൻ നൽകിയത്. അല്ലാതെ ഞാൻ പോട്ടി മിക്സ് മാത്രമാണ് നൽകുന്നത്. പിന്നീട് വളങ്ങളൊന്നും ചെയ്യാറില്ല. ഇൻഡോർ പോട്ടിൽ നമ്മൾ വീട്ടിനകത്ത് വെക്കുകയാണെങ്കിൽ ചെടിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറും. ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്.